24 ഇലക്ഷൻ ബ്രേക്കിംഗ്. CPIM BJP ഡീൽ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ വിജയിക്കില്ല. BJPയുമായുള്ള ധാരണ സാധാരണ പാർട്ടി പ്രവർത്തകർ അംഗീകരിക്കില്ലെന്നും 24ന്റെ KC വിത്ത് SKN എന്ന പരിപാടിയിൽ KC വേണുഗോപാൽ പറഞ്ഞു. ഈ കേരളത്തിൽ ഇപ്പം CPIM-ഉം BJPയും തമ്മിൽ ഒരു ശക്തമായ ഡീല് നടക്കുന്നു, ചില മണ്ഡലങ്ങളിൽ അത് പ്രകടമാണ് എന്നൊക്കെ പറയുന്നു. ഇപ്പോഴും KC അതിൽ ഉറച്ചു നിൽക്കുകയാണോ? അല്ലാതെ തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം BJP കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടുള്ള ഏത് അണ്ടർസ്റ്റാൻഡിങ്ങിനെയും താഴെത്തട്ടിലുള്ള പ്രവർത്തകൻ അത് നേരായ മാർഗത്തിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിൻ്റെ പശ്ചാത്തലം വെച്ച് അവർ കേരളത്തിന് പുറത്തുള്ള പശ്ചാത്തലം പോലെയായിരിക്കും. കാരണം അങ്ങനെയാണല്ലോ അവർ പറഞ്ഞുകൊണ്ട് കിടന്നത്. അപ്പോൾ ഇതൊന്നും ഈ പറയുന്ന ഡീലൊന്നും ചിലവാകാൻ പോകുന്നില്ല. ഈ രാഷ്ട്രീയത്തിൽ അവിശുദ്ധമായിട്ടുള്ള ഏത് ഡീല് നടത്തിയാലും അതൊന്നും സക്സസ്ഫുൾ ആണ്. തിളക്കമാർന്ന വിജയത്തോടെ UDF അധികാരത്തിലെത്തിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസ്താവന വൈകാരികമെന്ന് KC വേണുഗോപാൽ 24നോട് പറഞ്ഞു. UDFന് 100 സീറ്റിന് മുകളിൽ നേടാനുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ജനം മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. ഞാൻ ഇതുപോലെ ഒരു അഭിമുഖത്തിൽ VD സതീശനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, 100-ലധികം സീറ്റ് കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഒരു നല്ല വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയമായ ഒരു വനവാസത്തിന് വേണമെങ്കിലും പോകും എന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞു. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ അത് വലിയൊരു ആത്മവിശ്വാസത്തിന്റെ ഭാഗമാണല്ലോ. KCക്കും അത്ര അധികം ഒരു ആത്മവിശ്വാസം ഉണ്ട്. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഒരു തരംഗം എന്ന് പറഞ്ഞാൽ വനവാസം ഒന്നും പറയണ്ട. ഇല്ല, അത് അദ്ദേഹം ഇമോഷണലായിട്ട് കുറച്ചും കൂടെ ടച്ച് ചെയ്ത് പറഞ്ഞതാണ്. അതിപ്പോൾ അതിനെ വല്ല ആത്മവിശ്വാസത്തോടെ അതെ, അതുകൊണ്ട് അത് നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാധാരണഗതിയിലെ വിജയമാണെങ്കിൽ 75-80 സീറ്റുകളൊക്കെ പറയാം. വേവ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞാൽ 100 സീറ്റിൻ്റെ അപ്പുറത്തേക്ക് പോകത്തക്കണ്ണുള്ള രാഷ്ട്രീയ സാഹചര്യവും കാലാവസ്ഥയും കേരളത്തിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൗലികാവകാശത്തെ പോലും ചോദ്യം ചെയ്യുന്നതാണ് FCRA ഭേദഗതി ബില്ലെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. കേന്ദ്രത്തിന്റേത് വിഭജന ഭീഷണി രാഷ്ട്രീയം. ബില്ല് ചുളുവിൽ പാസാക്കാൻ അനുവദിക്കില്ലെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായരുമായുള്ള പ്രത്യേക അഭിമുഖത്തിലായിരുന്നു KC വേണുഗോപാലിന്റെ ഈ പ്രതികരണം. മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് സ്ഥാപനങ്ങൾ നടത്താനും പ്രസ്ഥാനങ്ങൾ നടത്താനുള്ള അധികാരം ഭരണഘടന കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനെ മൗലികാവകാശപ്പെട്ടത്. അപ്പോൾ അതിനെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ ബില്ല് വന്നത്. അപ്പോൾ ഒരു തരത്തിലുള്ള ഒരു സർക്കാരിൽ നിന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വണ്ണമുള്ള ഒരു വളരെ ഡിവിസീവായിട്ടുള്ള പൊളിറ്റിക്സ്, വിഭജിക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയം ഉണ്ടാക്കുക, ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തുക, പേടിപ്പിക്കുക. ഞങ്ങളതിനകത്ത് ഉറച്ച നിലപാടെടുത്തു. ആ ബില്ല് ഒരു ചർച്ചയുമില്ലാതെ, ഒരു വിധത്തിലുള്ള കീഴ്വഴക്കങ്ങളൊന്നും പാലിക്കാതെ, സാധാരണഗതിയിൽ ബില്ല് അവതരിപ്പിക്കുമ്പോൾ വേളയിൽ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെ ഇത്തരമൊരു ബില്ല് കൊണ്ടുവന്നാൽ ആ ബില്ലിനെ എന്ത് വില കൊടുത്തും എതിർത്ത് തോൽപ്പിക്കും. ഏറ്റവും ശക്തമായി ഇതൊരു പിൻവാതിലൂടെയുള്ള ബാക്ക്ഡോർ എൻട്രിയാണ് ഈ ബില്ലിൻ്റെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.